അവിടുന്ന് ഞങ്ങളെ ഈ പോകുന്നത് നീ മരിക്കും എന്ന് പറഞ്ഞത് ദൈവം തന്നെയാണ്. മനുഷ്യന് അത് അറിവുകളായിരുന്നു. കർത്താവെ അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക മരണവീടുകൾ മരിച്ചവരെ അവർ സംഭവിക്കുകയും എന്നാൽ അവർ ഉയർത്തെഴുന്നേൽക്കും. കർത്താവെ എന്നെല്ലാം ആശ്രയിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവർ ഞങ്ങളെ പഠിക്കും. ആവശ്യമായ എല്ലാ സമാധാനവും സന്തോഷവും അവിടുന്ന് ഞങ്ങൾക്ക് തരുന്നു. കർത്താവെ അവിടുത്തെ സമ്പൂർണ്ണമായ എൻ്റെ മക്കൾക്ക് നൽകുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാം അവിടുന്ന് നന്മയ്ക്കായിട്ട് ചെയ്യുന്നവനാണ്. ഇക്കാര്യത്തിലും ഞങ്ങൾക്ക് തിരുമ്പത്തേക്ക് നോക്കി നന്ദി പറയാനല്ലാതെ പരാതി പറയാൻ കഴിയില്ല. ഇനി ഞങ്ങൾക്ക് ദീർഘായുസ്സും സമാധാനവും സന്തോഷവും സൗകര്യങ്ങളും കൽപ്പിച്ചു. 40 ആളുകൾ കിടക്കയിലാകുവാൻ അവിടുന്ന് അനുവദിച്ചു. എന്നാൽ അത് നിരാശയുടെയോ പ്രയാസത്തിൻ്റെയോ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്ന തരത്തിൽ ആകാതിരിക്കുവാൻ അവിടുന്ന് സാധിച്ചു. ഇപ്പോൾ സ്വസ്ഥതയിലേക്ക് ചേർത്തുകൊള്ളുവാൻ അവിടത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. എല്ലാം നന്മയ്ക്കാണ് ചെയ്യുന്ന വലിയവനായ കർത്താവ്. ഇതിൻ്റെ നന്മ പ്രിയപ്പെട്ടവർക്ക് അനുഭവിക്കുവാൻ ഒരു ദിവസങ്ങളിൽ തയ്യാറാണ്. അതിനാവശ്യമായ കൂടുതലും സന്തോഷവും സമാധാനവും ഏറിയ പ്രത്യാശയും കൊണ്ട് ഹൃദയം നിറച്ചു. കർത്താവെ അവിടുത്തെ മറ്റും സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യം നാമഭക്തത്തിന് വേണ്ടി ഉള്ള ശുശ്രൂഷകളിൽ കൊണ്ടുപോയി നിലനിൽക്കുവാൻ തോന്നുന്നു ബലപ്പെടുത്തുവാൻ ശ്രമിക്കുക. സന്തോഷത്തെയും കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾക്ക് മനസ്സിലാക്കും. വേളയെയും സൗകര്യയും അവരുടെ കുടുംബങ്ങളെയും ആവശ്യങ്ങളെയും കർത്താവെ അവരുടെ ധാരാളമായിട്ട് ഈ ദിവസങ്ങളിൽ വന്നും പോയി ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കും. ആഘോഷത്തിനും ക്ഷേമത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജോലി ചെയ്യുക. കർത്താവിൽ ഓരോ ഒരുമിച്ചെത്തിക്കുക. ക്ഷേമത്തോടെ കഴിയുക. ഇനിയും വലിയ എഴുതാനുള്ള പ്രിയപ്പെട്ടവർ നാളെ വരുമ്പോൾ ആർക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഇല്ലാതെ കർത്താവെ നാളത്തെ ശുശ്രൂഷകൾ ഇരുനാമത്തിന് അനുസൃതമായിട്ട് നടക്കുക.